സിംഹാസനത്തെക്കാൾ വലുതായി ഈ വനവാസം എന്ത് ധർമ്മമാണ് പ്രപഞ്ചത്തിന് കാട്ടിക്കൊടുക്കുന്നത്? നമ്മുടെ വനവാസം ഇത്രയും വലിയ ദുഃഖം എല്ലാവർക്കും നൽകണമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിലും അങ്ങയുടെ കൂടെ ഉള്ളതിനാൽ എനിക്ക് ഭയമില്ല. കൊട്ടാരത്തിലെ പട്ടുമെത്തകളേക്കാൾ ഈ പുണ്യഭൂമിയിലെ മണ്ണാണ് എനിക്ക് പ്രിയം. സുഖദുഃഖങ്ങൾ കാലത്തിന്റെ വെറും നിഴലുകളല്ലേ നാഥ. അങ്ങയുടെ നിഴലായി നടക്കാൻ കഴിയുന്നതാണ് എൻ്റെ പരമമായ ഭാഗ്യം. ഈ വനം നമുക്ക് തപോഭൂമിയാകട്ടെ. ലക്ഷ്മണ, വൈദേഹി, ലൗകിക സുഖങ്ങളും രാജസിംഹാസനങ്ങളും കാലപ്രവാഹത്തിൽ ഒലിച്ചു പോകുന്ന വെറും മൺകൊട്ടാരങ്ങൾ മാത്രമാണ്. എന്നാൽ മനുഷ്യൻ കാത്തുസൂക്ഷിക്കുന്ന ധർമ്മം കാലാതീതമാണ്. അത് പ്രപഞ്ചത്തോളം ശാശ്വതമാണ്. പ്രതിസന്ധികളുടെ അഗ്നിപരീക്ഷണങ്ങളിൽ ഉരുകിത്തീരുമ്പോഴാണ് ധർമ്മത്തിന്റെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുന്നത്. കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നാം ധർമ്മം ഉപേക്ഷിച്ചാൽ പിന്നെ മനുഷ്യ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നുവോ അവനെ ധർമ്മം സംരക്ഷിക്കും. അതാണ് പ്രപഞ്ച സത്യം. പിതാവിന്റെ വാക്കു പാലിക്കുക എന്നത് മകനെന്ന നിലയിൽ എൻ്റെ പരമമായ ധർമ്മമാണ്. സുഖദുഃഖങ്ങളിൽ ഭർത്താവിനൊപ്പം നിലകൊള്ളുക എന്നത് സീതയുടെ പതിവ്രത ധർമ്മവും. ജ്യേഷ്ഠനെ തണലേകുക എന്നത് അനുജനായ നിന്റെ കർത്തവ്യവുമാണ്. വ്യക്തിപരമായ നഷ്ടങ്ങളെക്കാൾ വലുതാണ് പ്രപഞ്ചനീതിയുടെ നിലനിൽപ്പ്. ഈ അഗ്നിപരീക്ഷയിൽ നാം പതറാതെ നിന്നാൽ വരും യുഗങ്ങൾക്ക് അത് നിത്യ വെളിച്ചമാകും. വരും ഇരുൾ നിറഞ്ഞ ഈ വനവീഥികളിലൂടെ പ്രപഞ്ചനീതിയുടെ കൽപ്പടവുകൾ പിന്തുടർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. വീട, എന്റെ ജന്മനാടിന് വീട. പിതാവേ, അങ്ങയുടെ പാദങ്ങളിൽ എന്റെ പ്രണാമം. 14 വർഷങ്ങൾക്ക് ശേഷം ധർമ്മം നിലനിർത്തി കൊടുത്ത വാക്ക് പാലിച്ച് ഞങ്ങൾ മടങ്ങി വരും. അതുവരെ അയോധ്യയെ കാലം കാത്തുരക്ഷിക്കട്ടെ. പ്രശ്നോത്തരി സ്റ്റേജ് 2 നടക്കുന്നുണ്ട്. പ്രശ്നോത്തരി പങ്കെടുക്കുന്നവർ സ്റ്റേജ് 2 പോകണമെന്നാണ്. അതുപോലെ ചെസ് നമ്പർ 3 റെഡിയാക്കുക. ചെസ് നമ്പർ 4 ലൈനപ്പ് ചെയ്യുക. അതുപോലെ ഗീതാപാരായണം നടക്കുകയാണ്. സ്റ്റേജ് നമ്പർ 3 എത്രയും പെട്ടെന്ന് അതിൽ പങ്കെടുക്കുന്നവർ അവിടെ ചെല്ലുക. Second,
തല കൊഞ്ചു കിട്ടും, വെച്ചോട്ടോ. കിട്ടും. ഇത് തലേ ഇത് കിട്ടുന്നുണ്ടോ? ഇതിനകത്ത് കിട്ടണം എനിക്ക്. ഇത് കിട്ടുന്നുണ്ടോ? അതിന് മേളിൽ കിട്ടുന്നുണ്ടോ? എൻ്റെ ക്യാമറയിൽ വരിക. നീ ഇടയ്ക്ക് വന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുക. ഇതിൻ്റെ ഈ ഇപ്പൊ സൈഡിൽ കിട്ടുന്നുണ്ടോ? കിടക്കൈ അടിയിരിക്കും. ഇപ്പോഴോ? ആ അവിടെ വെച്ചോ. നമസ്കാരം. തമിഴ് സാഹിത്യത്തിലെ മഹാകാവ്യമായ ചിലപ്പതികാരം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ധർമ്മവിജയത്തിൻ്റെയും അമരകഥ. അനീതിക്കെതിരെ ധൈര്യത്തോടെ ശബ്ദമുയർത്തിയ കണ്ണകിയുടെ ജീവിതത്തിലെ ഒരു ഏടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യോവിൽ മലയാളി ഹിന്ദു സമാജം വനിതാ കൂട്ടായ്മ സസ്നേഹം സമർപ്പിക്കുന്നു ചിലപ്പതികാരം. മംഗളസ്വരൂപിണി ത്രയംബികേ മനോഹരി ചോട്ടാനിക്കരയിൽ വാഴും അംബികേ നമോസ്തുതേ. മുത്തശ്ശി കളിച്ചു മടുത്തു. നിങ്ങളൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, എല്ലാവരും ഇനി അടുത്തു വാ. ഞാൻ കണ്ണകിയുടെ കഥ പറഞ്ഞു തരാം. ധീരയായ കണ്ണകിയുടെ കഥ. പണ്ട് പാണ്ഡ്യരാജാവായ നെടുഞ്ചോരൻ മധുര രാജ്യം ഭരിച്ചിരുന്ന കാലം. സംഘകാലത്തിനു ശേഷം എഴുതപ്പെട്ട തമിഴിലെ ആദ്യ ഇതിഹാസ കാവ്യമാണ് ചിലപ്പതികാരം. ജൈന സന്യാസിയായ ഇളങ്കോവടികളാണ് രചയിതാവ്. അക്കാലത്തെ 3 തമിഴ് രാജ്യങ്ങളായ ചോള, പാണ്ഡ്യ, ചേര ദേശങ്ങളിലൂടെയാണ് കഥ നീങ്ങുന്നത്. മഹാമന്ത്രി, നമ്മുടെ രാജ്യത്തെ പ്രജകൾ സന്തുഷ്ടരല്ലേ? ആർക്കും പരാതിയും പരിഭവമൊന്നും ഇല്ലല്ലോ. അതേ മഹാരാജൻ, നീതി, ന്യായം, ധർമ്മം എന്നിവ പരിപാലിക്കുന്ന അങ്ങയുടെ ഭരണത്തിൽ പ്രജകൾ അതീവ സന്തുഷ്ടരാണ്. ആര്യപുത്ര, നമ്മുടെ മോഷണം പോയ ചിലമ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടോ? മഹാമന്ത്രി, റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് നാം ഉത്തരവിട്ടിരുന്നല്ലോ. എന്തായി? മഹാരാജൻ നാനാദിക്കുകളിലേക്ക് രാജഭടന്മാരെ അയച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പൊട്ടിച്ചവരെ ഉടൻ തന്നെ കണ്ടെത്തുന്നതായിരിക്കും. മഹാരാജൻ നീണാൽ വാഴട്ടെ, മഹാറാണി നീണാൽ വാഴട്ടെ. മോഷണം പോയ ചിലമ്പും അത് മോഷ്ടിച്ച തസ്കരനെയും ഞങ്ങൾ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. ചിലമ്പും ആ തസ്കരനെയും എത്രയും പെട്ടെന്ന് രാജ്യസഭയിൽ ഹാജരാക്കും. ഉത്തരവ് മഹാരാജൻ. എന്നെ വിടൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കള്ളനല്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നെ വിടൂ. ശബ്ദിച്ചു പോകരുത്. എല്ലാ തെറ്റും ഏറ്റുപറയുന്നതാണ് നിനക്ക് നല്ലത്. തിരുമനസ്സേ, അങ്ങനെ വിശ്വസിക്കണം. ഞാൻ കുറ്റക്കാരനല്ല. അസംഭവ്യം. നീ വീണ്ടും വീണ്ടും നുണ പറയുന്നോ? പിന്നെ
പത്നി കണ്ണകിയുടെ ചിലമ്പുകളാണ്. എന്റെ സ്വഭാവ ദൂഷ്യത്താൽ കയ്യിലുള്ള ധനമൊക്കെ നഷ്ടമായി. ആകെ ശേഷിച്ചത് എന്റെ പത്നി കണ്ണകിയുടെ ചിലമ്പുകളാണ്. ഇതിലൊരെണ്ണം വിറ്റ് ഇന്നെങ്കിലും വ്യാപാരം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് എത്തിയത്. മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ച് അത് കയ്യോടെ പിടികൂടിയിട്ട് ഇത്രയും നുണ പറയാൻ നിനക്കെങ്ങനെ കഴിയുന്നു? അല്ലയോ നീതിമാനായ തിരുമനസ്സേ, എന്നെ വിശ്വസിക്കണം. ഒരു നിരപരാധിയായ എന്നോട് കണ്ടുകൊണ്ടാകണം. ചിലമ്പെടുക്കാൻ രാജൻ, ഇതാ റാണിയുടെ കളവ് പോയ ചിലമ്പ്. അങ്ങ് എത്രയും പെട്ടെന്ന് ഈ തസ്കരന് അർഹമായി ശിക്ഷിച്ചാൽ. അതേ പ്രഭു, അങ്ങ് മൗനം വെടിഞ്ഞ് ന്യായം നടപ്പിലാക്കിയത്. മധുര മഹാറാണിയുടെ തിലകം മോഷ്ടിച്ച ഈ തസ്കരന്റെ ശിരസ് ഛേദിക്കുവാൻ നാം ഉത്തരവിടുന്നു. അരുത് തിരുമനസ്സേ, അരുത്. ഇതെന്റെ പ്രിയ പത്നിയുടെ ചിലമ്പലാണ്. അടിയൻ നിരപരാധിയാണ്. റാണി, എന്നെ വിശ്വസിക്കൂ. അടിയനെ വെറുതെ വിടൂ. അടിയൻ നിരപരാധിയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിടൂ, വിടൂ. ഇവനെ കൊണ്ടുപോയി ശിക്ഷ നടപ്പിലാക്കും. എന്നെ വിടും, എന്നെ വിടും. എല്ലാ തസ്കരന്മാർക്കും ഇതൊരു പാഠമാകട്ടെ. വരുന്നു കണ്ണകി വരുന്നു തൻ ചിലമ്പൊരു കൈകുറി പിടിച്ചു തീക്കനലുതിരും കണ്ണുകൾ തുറിച്ചു നെഞ്ചില തലച്ചു ശാപവ കുറച്ചു മിന്നലും ഇടിയും വർഷവും കൊടും കാറ്റും ചേർന്നൊരിടവ പതിര ഉറഞ്ഞു തുള്ളുമ്പോൾ വരുന്നു കണ്ണകി. ഇരുപാടും മുടി അഴിഞ്ഞു പാറുന്നു കനലറിഞ്ഞതുലവൾ ചോദിക്കുന്നു. കോപാകുലയായ കണ്ണകി പാണ്ഡ്യരാജാവിന്റെ സഭയിലേക്ക്. പിന്നെ നടന്നത് പറയൂ കണ്ണകി, മഹാറാണിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പിന് പകരം സത്യം തെളിയിക്കാൻ നിന്റെ കൈവശം എന്താണുള്ളത്? രാജ്ഞിയുടെ ചിലമ്പിൽ മുത്താണെങ്കിൽ ഇതാ എന്റെ ചിലമ്പിൽ മാണിക്യമാണ്. മാണിക്യം. മാണിക്യമോ? നിന്റെ ചിലമ്പിലോ മാണിക്യം? പരിഹസിക്കാതെ പാണ്ഡ്യ, രാജ്ഞിയുടെ മോഷണം പോകാത്ത ഇണച്ചിലമ്പെടുത്താലും. ആരവിടെ?
അമൂല്യങ്ങളായ ഈ മുത്തുകൾ കോവലന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചിലമ്പുടയ്ക്ക് ശക്തിയാൽ വെന്തെരിഞ്ഞ മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി. മകളെ ശാന്തയാകും, നിന്റെ കോപാഗ്നിയും മധുരാനകം ചുട്ടെഴുതിയിരിക്കുന്നു. ശാപം തിരിച്ചെടുക്കും. നഗരദേവതയായ മധുരമീനാക്ഷിയുടെ അപേക്ഷയായിരുന്നു. നീ എങ്ങനെ ലയിക്കൂ? മധുരയിൽ നിന്ന് യാത്ര തിരിച്ച കണ്ണകി ചേരദേശമായ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് പരമപദം പൂകിയ കണ്ണകി പാതിവൃത്യത്തിന്റെ ദേവതയായി ഇന്നും ആരാധിക്കപ്പെടുന്നു. ചെസ് നമ്പർ 4 തയ്യാറാക്കിയിരിക്കുന്നു. അതുപോലെ ചെസ് നമ്പർ 5 ലൈനപ്പ് ചെയ്യണം.
പോയിട്ടേ നമുക്ക് ഇതിനകത്ത് ആ ക്ലാസ് റൂമിൽ പോയിട്ട് നോക്കാം. Rama, Sita and Lakshmana were living peacefully in the forest of Danja during their exile. One day, Shurpanakha, the sister of Ravana, approached the princess with desire and pride. Rejected by Rama and punished by Lakshmana, she returns humiliated and burning for revenge. Across the sea in the golden city of Lanka sits Ravana, the mighty king of Rakshasas, conqueror of kingdoms, feared by gods and demons alike. Today, his court, with Queen Mandodari and Marichi in attendance, will hear the grievances of his insulted sister. Let us now enter Ravana's court. Shurpanakha, who has dared lay hands upon my sister?
Your sister has been disgraced, Ravana, mocked, mutilated, and left bleeding in the forest while you sit upon your golden throne. Compose yourself. Tell us what happened. Two exiled princes, Rama and Lakshmana, dwell in Dandaka. I approached them, but they mocked and humiliated me before a human woman. When I sought justice through Kara and Dashana, Rama slew them all. Rama is no ordinary man. I have encountered him before. His arrows possess a force beyond mortal skill. My advice is simple. Leave him alone. Leave him alone? Look at me! You do nothing while your blood is insulted. Are you Ravana, conqueror of wealth, or keeper of excuses? Choose your next words carefully. Then hear this. Rama's wife, Sita, her beauty eclipses every jewel in Lanka. Such a woman should stand beside a king, not wonder but beside an exile. Shurpanaka, your humiliation will be avenged. Maricha, your illusions are matched. You'll take form as a magnificent golden deer and draw Rama away from his hurt. My lord, this is too dangerous. You asked me to walk into the path of death. Do not argue with me. Either you face Rama's arrows in the forest or my sword right here. Very well, my king. This course will bring ruin to Lanka.